ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വന്തം വീട്ടിൽ റെയ്ഡ് നടത്താനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നു. അപ്പോൾ വേദ വിക്രത്തെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് പറയുന്നത്. അതുമാത്രമല്ല, തുടരെയായിട്ട് അച്ഛന് ചീത്തപ്പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തെ ഉപേക്ഷിച്ച് നിന്നോടൊപ്പം നിൽക്കാൻ വേദ തയ്യാറാകുമെന്നാണ് ഈ അമ്മായച്ചനായ വ്യക്തിയുടെ ഒരു ധാരണ. അത് വെച്ച് അയാൾ ശ്രീകാന്തിന് ഇങ്ങനെ ഏറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു തീർന്നില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ ശങ്കരനാരായണൻ്റെ വീട്ടിൽ പോലീസ് എത്തി. ദീപ്തി എന്നു കഥക് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ ഇടിച്ച് കയറി വരും. അപ്പോഴത്തേക്കും വേദ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പോലീസിനെ കണ്ടപ്പോഴത്തേക്കും വേദയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. വേദ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടോ. അപ്പോഴാണ് ശങ്കരനാരായണൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. സർ, എന്താടോ? അത് പിന്നെ സർ, എന്താ കാര്യം പറയാൻ പറഞ്ഞു? വല്ല പ്രതിയെയും? അല്ല, അതൊന്നും അല്ല സർ. പിന്നെന്താ ഇവിടേക്ക് പെട്ടെന്നൊരു വരവ്? ഒരു സംഘം തന്നെ ഉണ്ടല്ലോ. അത് പിന്നെ ഒരു വാറൻ്റ് ഉണ്ട് സാർ എന്ന് പറഞ്ഞു. വാറൻ്റോ? എന്ത് വാറൻ്റ്? അപ്പോഴത്തേക്കും വേദയ്ക്ക് പേടിയായി. വേദ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്ത് വാറൻ്റ് ആണെന്ന് ചോദിച്ചു. സെർച്ച് വാറൻ്റ് ആണ് സാർ എന്ന് പറഞ്ഞു. സെർച്ച് വാറൻ്റോ? അതെന്താ ഇവിടെയോ? എന്താ കാര്യം? അത് പിന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവാണ് സാർ എന്ന് പറഞ്ഞ് ആ ഒരു പേപ്പറും കൊടുത്തു. അപ്പോൾ സാറ് നോക്കാൻ പറഞ്ഞു. ശങ്കരൻ അത് മേടിച്ച് നോക്കി. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ അവിടെ റൂമിൽ ബെഡേൽ ഇരിക്കുക സമയത്ത് എന്ത് പോലീസ് സെർച്ച് ചെയ്യുന്ന ഒരു ക്രിമിനലിനെ ഞാനിവിടെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണോ ആരോപണമെന്ന് ചോദിക്കുമ്പം സാർ, അത് പിന്നെ അവൻ്റെ ഫോൺ കുറേ ദിവസമായി ഓഫായിരുന്നെന്നും ഓഫാകുന്നതിന് മുന്നേ അവൻ അവസാനമായി വിളിച്ചത് സാറിൻ്റെ മകളിൻ്റെ ഫോണിലേക്കാണെന്നുള്ള കാര്യം സാറ് പറയുക. അതിനുശേഷം ആ ഫോൺ ഓണായത് ഇന്നലെയാണ്. ഈ വീടിൻ്റെ ടവർ ലൊക്കേഷനിലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേദ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനായി. ഭയങ്കര ടെൻഷൻ. അപ്പോൾ അതിന് അവൻ ഈ വീട്ടിലുണ്ടെന്നാണോ അർത്ഥം എന്ന് അച്ഛൻ ചോദിക്കുന്നു. അപ്പോൾ ആരുടെ കാര്യം ശങ്കരേട്ടായി പറയുന്നതെന്ന് ചോദിച്ചു അമ്മ. വിക്രത്തിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു. അവൻ ഈ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്നുള്ള കാര്യം പറയുക. അപ്പോഴത്തേക്കും വർഷയെ അന്തം വിട്ടേക്ക് നോക്കുക. ദീപ്തിയൊക്കെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ സർ, ഞങ്ങൾ ആരോപിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല എന്നറിയാം, പക്ഷേ സെർച്ച് ചെയ്യണമെന്നുള്ള ഒരു പ്രഷർ ഉണ്ടെന്ന കാര്യം പറയുക. അപ്പോഴേക്കും ശങ്കരൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ വിക്രം അവസാനമായി വിളിച്ചത് സാറിൻ്റെ മകളെയാണെന്നും അതിനുശേഷം പിന്നെ ഫോൺ ഓണായിട്ടില്ല. അപ്പോൾ തന്നെ ഇന്നലെ ഓണായിട്ട് ഓഫ് ആവുകയും ചെയ്തു. അതിനുശേഷം അപ്പോൾ അതിൻ്റെ അർത്ഥം ആരോ ഓഫാക്കാൻ നിർബന്ധിച്ചു എന്നുള്ളത് തന്നെ അല്ലേന്ന് ചോദിച്ചു. വേറെ ഒന്നും മിണ്ടാ നിൽക്കുക. വിക്രം ഒളിച്ച് താമസിക്കുന്നത് പോലീസ് അറിയരുത് എന്നുകൊണ്ടായിരിക്കല്ലേ ആ ഫോൺ അപ്പം തന്നെ ഓഫാക്കിയതെന്നും ഇയാൾ ചോദിക്കുക. ഈ ടവർ ലൊക്കേഷനിലെ എല്ലാ സ്ഥലവും ഞങ്ങൾ അന്വേഷിച്ചെന്നും ഇനി ഇവിടെ മാത്രമേ ബാക്കിയുള്ളൂ എന്നും ഇയാൾ പറയുവാണ്. അപ്പോഴും വേദ ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുക. അപ്പോൾ ദീപ്തിയൊക്കെ ഇങ്ങനെ വേദയെ തന്നെ സൂക്ഷ്മമായി നോക്കുക അച്ഛനും. അപ്പം നിന്നോട് അവൻ സംസാരിച്ചു എന്നുള്ളത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം ഇന്നലെയൊന്നും എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നലെയല്ല, അവൻ ഒളിവിൽ പോയ അന്ന് എന്ന് പറയുമ്പം എന്നാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ 3-4 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം എന്നെ രാത്രിയിൽ വിളിച്ചായിരുന്നു. കുറച്ച് പണം അയക്കുമോ എന്നും ചോദിച്ചിരുന്നു. ഞാൻ എൻ്റെ കയ്യിലില്ല എന്നും പറഞ്ഞു എന്ന് ഏതോ പറയാം. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനാണോ നിങ്ങൾ അനുമതിയും വാങ്ങി പഴയുമായി ഇറങ്ങി തിരിച്ചെന്ന് ശങ്കരനാരായണൻ ചോദിക്കുമ്പോൾ പറഞ്ഞില്ല സാർ, ഇന്നലെ ഓണായി പെട്ടെന്ന് ഓഫായ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചാൽ എന്നുള്ളൊരു പേടി ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കില്ല എന്ന് ചോദിച്ചു. പാവം വിക്രം ഷർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ മടക്കിക്കൊണ്ട് അവിടെ ഇരിക്കും കേട്ടോ. ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ അവൻ രാത്രി ഈ പരിസരത്തെങ്ങാനും വന്ന് ഫോൺ ചെയ്തതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പം സാർ, ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നും വിക്രം സാറിൻ്റെ മകളിൻ്റെ ഭർത്താവായതുകൊണ്ട് ഇവിടെ തന്നെ ഒളിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ തന്നെയായിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണെന്നും പറഞ്ഞു. അപ്പോൾ ഇതിനെ സാർ സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാനായിട്ട് ഇനി അതിനൊന്നും പറയുന്നില്ല എന്ന് ശങ്കരൻ പറയുമ്പം എല്ലായിടത്തും പരിശോധിച്ചാൽ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പേടിച്ച് വിറച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പോലീസ് മുകളിലേക്ക് കയറിപ്പോയ സമയത്ത് വേദയും പിന്നാലെ പോയി. വേദ പിന്നാലെ പോയപ്പം നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു അച്ഛൻ. മുകളിലേക്ക് പോവാം. അപ്പോൾ സെർച്ച് നടക്കുമ്പം വീട്ടുകാരങ്ങോട്ട് പോകാൻ പാടില്ല, അതാണ് നിയമം എന്ന് പറഞ്ഞു. ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കേണ്ടതെന്നും പറഞ്ഞു. അന്നേരം വേദ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും പോലീസുകാർ മുകളിലോട്ട് ചെന്നു. പോലീസുകാർ മുകളിലേക്ക് ചെന്നപ്പോൾ വേദയ്ക്ക് ടെൻഷനായി, ഭയങ്കര ടെൻഷൻ. ഈ സമയത്ത് പോലീസുകാരാണെന്നുണ്ടെങ്കിൽ വേദയുടെ മുറിയിൽ ചെന്ന് ഇങ്ങനെ കൊട്ടുക. വേദയുടെ മുറിയിൽ ചെന്ന് ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിന് ടെൻഷനായി. വിക്രത്തിൻ്റെ കൈയും കാലും കിടന്ന് കിളികളാന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഒരു പോലീസുകാരനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് സാർ, ഒരു മുറി ലോക്കാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രത്തിന് ശബ്ദം കേട്ടു. വിക്രത്തിന് ടെൻഷനായി. വിക്രം ഓടുവാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കിടന്ന് പരക്കാൻ പായാട്ടോ. ആ സമയത്ത് ഏത് റൂമാണ് ലോക്കെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ റൂമാ ലോക്ക് എന്ന് പറഞ്ഞു. അത് ഞാനാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ വേദ പറയുമ്പോൾ ഞാൻ ചെല്ലാം, റൂം ലോക്ക് എടുത്തു കൊടുക്കാം, പിന്നെ എൻ്റെ ഫോണും അവിടെ ഇരിപ്പുണ്ട്, എനിക്കതും എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ശരി, ചില മുറി തുറന്നു കൊടുക്കാൻ പറഞ്ഞു അച്ഛൻ. അങ്ങനെ വേദ ചെന്ന് മുറി തുറക്കാൻ
താക്കോലുമായിട്ട് ചെല്ലുന്നു. വിക്രം അപ്പോഴത്തേക്കും പാവം ഓടി ബാത്റൂമിലേക്ക് കയറിയിട്ടോ. ബാത്റൂമിൽ കയറിയിട്ട് അത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കി ഓടി സ്റ്റോർ റൂമിലേക്ക് ആ കാലും വെച്ച് പതുക്കെ എങ്ങനെയൊക്കെയോ സ്റ്റോർ റൂം വരെ എത്തിപ്പെട്ടു. വേദയുടെ മുറിയിൽ ഈ പോലീസുകാരൻ ഇതിലെല്ലാം തപ്പുക. അങ്ങനെ കട്ടിലിൻ്റെ അടിയിലും എല്ലാം തപ്പുവാണ്. അങ്ങനെ തപ്പി വന്നപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ ഒരു ഷർട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പോലീസുകാരൻ അത് തപ്പി വന്നു. വിക്രത്തിൻ്റെ ഷർട്ട് കണ്ടു. വിക്രത്തിൻ്റെ ഷർട്ട് കണ്ടു കഴിഞ്ഞപ്പം ഇത് ആരുടെയാണെന്ന് ചോദിച്ചു വേദയോട്. ഇത് എൻ്റെയാണെന്ന് പറഞ്ഞു. ഇത് ആണുങ്ങളുടേതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഒരു സ്ത്രീയോട് ഇങ്ങനെ മോശമായി ചോദിച്ചാലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ എന്നൊക്കെ വേദം അങ്ങോട്ട് ഇരിക്കുക. വക്കീലാണല്ലോ. അപ്പോഴത്തേക്ക് അയ്യോ മേഡം ഞാൻ മോശമായിട്ട് ചോദിച്ചല്ലോ, കണ്ടപ്പോൾ തോന്നിയ സംശയം കേട്ടോ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത്തരം ടീഷർട്ടുകൾ പെണ്ണുങ്ങൾക്ക് ഇടാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. സോറി മേഡം, സോറി. അപ്പോൾ ആ റൂമിൻ്റെ ആ ഒരു ഭാഗത്തെ ഡോറ് തുറന്നു കിടക്കുന്നു. അപ്പോൾ ആ ഡോറ് തുറന്നു കിടക്കുന്ന ആ ടെറസിലേക്കുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്ക് ടെൻഷനായി. ഈശ്വരാ മൊത്തം കയ്യിൽ നിന്ന് പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും അയാൾ ചെന്ന് ആ ഒരു സ്റ്റെയർ കയറി മുകളിലോട്ട് ചെന്നു. അപ്പോഴത്തേക്കും വിക്രം സ്റ്റോർ റൂമിലിരുന്ന് ഇത് കാണുക. അപ്പോൾ വിക്രത്തിൻ്റെ അരികിലേക്കാണ് ഇയാൾ അടുത്ത് എത്തുന്നത്. അപ്പോഴത്തേക്കും വിക്രം ചാടി ഓടിയോ എവിടെയൊക്കെയോ പാവാ കാലും വെച്ചൊക്കെ ഉരുണ്ട് പെടഞ്ഞൊക്കെ ഒളിക്കാനായിട്ട് ഇങ്ങനെ കന്നിട്ട് വെന്റിലേഷനിൽ കൂടെയൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ വിക്രം അവിടെ ഇവിടെ എല്ലാം ഒളിക്കാനായിട്ട് നോക്കട്ടെ. ഈ പോലീസുകാരൻ അവിടെ ഇവിടെ എല്ലാം വന്നിങ്ങനെ നോക്കുന്നു. അപ്പോൾ ഇയാൾക്ക് കാണത്തില്ലാത്ത രീതിയിൽ നമ്മുടെ വിക്രം ഒളിക്കുവാണ്. അയാൾ ഇവിടെ വരുമ്പോൾ വിക്രം അപ്പുറം പോകും. വിക്രം അപ്പുറം പോകുമ്പോഴത്തേക്കും വിക്രം ഇവിടെ വരും. അങ്ങനെ ഓടി വിക്രം ഒരു തരത്തിൽ താഴെ റൂമിൽ വന്നപ്പോഴത്തേക്കും വേദ വിക്രത്തെ കൊണ്ട് റൂമിലേക്ക് കയറ്റി. വേദ റൂമിലേക്ക് കയറ്റിയപ്പോഴേക്കും പിന്നെ ബാത്റൂമിലേക്ക് കയറാൻ പറഞ്ഞു. ബാത്റൂമിലേക്ക് കയറ്റി. ബാത്റൂമിൽ കയറി ഒരു തരത്തിൽ അപ്പോഴത്തേക്കും പോലീസുകാർ അന്വേഷണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു. തിരിച്ച് വേദയുടെ റൂമിലേക്ക് വന്നു. വേദയുടെ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തതിന് ബാത്റൂമാണ്. അപ്പോൾ ബാത്റൂമിലേക്ക് കയറി വേദ. അപ്പോഴത്തേക്കും ആ പോലീസുകാരൻ വന്ന് ബാത്റൂമിൽ ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും വേദ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അപ്പോൾ പെട്ടെന്നൊരു ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പോഴത്തേക്കും വേദ ഒച്ച വെച്ചോണ്ടാണ് ചെല്ലുന്നത്. എന്ത് മര്യാദ കടയിൽ കാണിക്കുന്നത് ചോദിച്ചു. അയ്യോ സോറി മേഡം, അറിയാതെയാണോ ബാത്റൂമിലേക്കാണ് താൻ കയറുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടും. എന്നതാ കയറി നോക്കാൻ പറഞ്ഞു. അങ്ങനെ വേദ അയാളെ ഇങ്ങനെ തുറന്നിങ്ങനെ കാണിച്ചിട്ട് അങ്ങ് കയറി നോക്കാൻ പറഞ്ഞു. അയാളാണെങ്കിൽ ബാത്റൂമിലേക്ക് കയറി നോക്കി. അയാൾ ബാത്റൂമിലേക്ക് കയറി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വേദ പതുക്കെ ആ സൈഡിൽ കൈ വെച്ചു. അപ്പോഴത്തേക്കും വേദയുടെ കൈ ചെന്ന് ഡോറയിലേക്ക് ഇടിച്ചപ്പോഴത്തേക്കും വേദ അയ്യോ എന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചിൽ. വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുക വേദ കിടന്നു. എൻ്റെ കൈ അയ്യോ. അപ്പോഴത്തേക്ക് സോറി മേഡം, അയ്യോ ഞാൻ അറിയാതെ മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് പപ്പ അടിക്കുക. പോലീസുകാരൻ പേടിച്ച് വരച്ചിട്ടേ. അപ്പോഴത്തേക്കും വേദ അവിടെ കിടന്ന് ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ പൊളയും. അപ്പോഴത്തേക്കും വേദ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോഴേക്കും ഇളയും മേഡം എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കൈ ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലും. അപ്പോൾ പോലീസുകാരനും പേടിച്ച് പിറകെ ഇറങ്ങി വരുവാണ്. അപ്പോൾ എന്ത് പറ്റി ചോദിച്ചാൽ എല്ലാവരും അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ എന്താ പറ്റിയത്? അപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണ് സർ, മാഡത്തിൻ്റെ കൈ നോക്കാതെ ഞാൻ ഡോർ അടച്ചതാണെന്ന് പോലീസുകാരൻ പറഞ്ഞു. അപ്പോൾ നോക്കിയൊക്കെ പരിശോധിച്ചു വിടോടോ എന്ന് CI ചോദിച്ചു. സോറി സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും വേദം ഇങ്ങനെ കൈ ഇങ്ങനെ ഇതായിട്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞോടോ എന്ന് ചോദിച്ചു. ബാക്കി പോലീസുകാർ വന്നപ്പോൾ ഈ CI കഴിഞ്ഞു സാർ എന്ന് പറഞ്ഞു. അപ്പം ഇനി ഇത് അവസാനിപ്പിക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു ശങ്കരനെ. അപ്പോൾ സോറി എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ വേദയുടെ കൈ ശരിക്കും പറ്റിയൊരവസ്ഥയിൽ വേദ ഇങ്ങനെ നിൽക്കുവാണ്. ഊഹ് എന്ന് പറഞ്ഞ് ഊതിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ദീപ്തി ഓടി വന്നിട്ട് ഐസ് കട്ട് എടുത്തുകൊണ്ട് വന്നു. ചേച്ചി ഇത് വെക്കുക ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ദീപ്തി വേഗം ഐസ് ക്യൂബൊക്കെ കയ്യിലൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെ വേദ ആ ഒരു സമയം അതിസാഹസികമായിട്ട് ഹാൻഡിൽ ചെയ്തു. വിക്രത്തെ രക്ഷിച്ചെടുത്തു. അപ്പം തലനാരിഴയ്ക്കാണ് വിക്രത്തെ വേദ രക്ഷിച്ചെടുത്തത്. അപ്പോൾ ആശുപത്രി പോണോ മോളേന്ന് ശങ്കരൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിനുള്ളതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. മരുന്ന് വെച്ച് ബാൻഡേജ് കെട്ടാവെന്ന് പറഞ്ഞു വർഷ. അപ്പോൾ അതൊന്നും വേണ്ട, മുറിയിൽ മരുന്നുണ്ട്, ഞാൻ ചെയ്തോളാവെന്നും പറഞ്ഞു വേദ മുറിയിലേക്ക് ഓടി കയറിപ്പോയി. വേദ മുറിയിലേക്ക് പോയ സമയത്ത് വർഷ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ദീപ്തിയും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ശങ്കരനും അതുപോലെ നമ്മുടെ പത്മവും കൂടി എന്നിട്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. പിന്നെ അങ്ങനെ നമ്മുടെ വീട്ടിലും റെയ്ഡായാലോ എന്ന് അച്ഛൻ അമ്മയോട് ചോദിക്കുമ്പം അമ്മയ്ക്ക് ഭയങ്കര ഒരു സങ്കടം. ഇനിയും എന്തൊക്കെ കാണാനിരിക്കുന്നു, ഇതൊക്കെ വല്ലതും ആയോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയും. ആ സമയത്ത് തൊട്ടടുത്ത നിമിഷം ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇയാൾ എന്നിട്ട് വലിയ ചിരിയും ചിരിച്ചിരിക്കുക ശ്രീകാന്ത്. അമ്മായച്ചൻ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ CI അച്ഛാ വിളിച്ചത്. വീട് മുഴുവനും പരിശോധിച്ചു, അവനെ കിട്ടിയില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ വന്നു പോയത് എന്തിനായിരിക്കുമെന്ന് ശ്രീകാന്ത് ചോദിക്കുക. അവൻ അവിടെ വന്നു, വേദിയെ വിളിക്കാൻ ഫോൺ ഓൺ ചെയ്തു. അബദ്ധം ആകുമെന്ന് തോന്നി അപ്പം തന്നെ അവൻ ഫോൺ ഓഫ് ചെയ്തു. നേരിൽ വന്ന് വേദിയെ കണ്ട് തിരിച്ചു പോയി. അപ്പോൾ വീട്ടിൽ വന്നിട്ടോ എന്താ അങ്ങനെ സംഭവിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അവിടെ അത്രയും ആളുകളൊക്കെ ഉള്ളപ്പോൾ അതിനല്ലേ
അവൻ രാത്രി സമയത്ത് തന്നെ അവിടെ വന്നതെന്ന് ചോദിക്കുക. എല്ലാവരും ഉറങ്ങിയ നേരത്ത് അവൻ വേദയെ കണ്ട് തിരിച്ചു പോയിട്ടുണ്ടാവണമെന്ന് ഇയാൾ മകനോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നല്ലേ അർത്ഥം എന്ന് ചോദിക്കുക. അപ്പോൾ അവളുടെ പുറത്തേക്കുള്ള പോക്ക് വരവുകൾ ഇനി മുതൽ നീ കൃത്യമായും വാച്ച് ചെയ്തിരിക്കണമെന്നും അവൾക്കും കൂടി അറിയാവുന്ന ഒരു സ്ഥലത്തായിരിക്കണം വിക്രം ഇപ്പോൾ ഒളിച്ച് താമസിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണെന്നും പറഞ്ഞു കൊടുത്തപ്പം, അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ന് വൈകാതെ നമ്മുടെ കയ്യിൽ തന്നെ വരുമല്ലേ അച്ഛാന്ന് ചോദിച്ചു. വരണമല്ലോ എന്നും പറഞ്ഞ അമ്മായച്ചൻ രണ്ടും കൂടി ഇന്ന് ഭയങ്കര ചിരി അട്ടഹാസം. അപ്പോഴത്തേക്കും വേദ മുറിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം കൈക്ക് എന്തെങ്കിലും പറ്റുമോ, കൈ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ വിക്രം, അതിന് കുഴപ്പമൊന്നുമില്ല, അത് അത്രയ്ക്കൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ഉണ്ടായില്ലേ, കൈ കാണിച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു. അന്നേരം വെടിയുണ്ട് ഒന്നും തുളച്ച് കയറിയതല്ലല്ലോ, ഒരു വാതിലിൻ്റെ ഇടയിൽ കൈ പെട്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടതല്ലല്ലോ, നീ മനഃപൂർവ്വം കൊണ്ട് വെച്ചതല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇല്ലായിരുന്നെങ്കിലേ അവർ വന്ന് കണ്ടുപിടിക്കില്ലായിരുന്നു എന്ന് വേദ ചോദിച്ചു കേട്ടോ. ആ സ്റ്റോർ റൂമിൽ പോയി ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പം അവരെന്താ അവിടെ അന്വേഷിച്ച് വരത്തില്ലേ എന്ന് വേദ അന്നേരം ചോദിക്കാം. ഇതിപ്പോൾ ഇങ്ങനൊരു ഡ്രാമ കളിച്ച് ഇഷ്യൂ ആക്കിയത് കൊണ്ടാണ് അവർ തിരച്ചിൽ അവസാനിപ്പിച്ച് തിരിച്ചു പോയതെന്ന് പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞത് എന്ന് വിക്രം പറയുമ്പം വെടിയേറ്റ് കഹയിൽ കിടക്കുമ്പോഴേ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നത് ആരാ, വിക്രം അല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ആ നിമിഷം മുതൽ വിക്രമിൻ്റെ ജീവൻ എൻ്റെ ഉത്തരവാദിത്വമായി എന്ന് വേദ വിക്രത്തോട് പറയാം. അത് നിറവേറ്റുകയല്ലേ ഞാൻ ചെയ്യേണ്ടത്, അതിനുവേണ്ടി ശ്രമിക്കുകയല്ലേ ഞാൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വിക്രം എനിക്ക് ആ ലൊക്കേഷൻ അയച്ചു തരാൻ പാടില്ലായിരുന്നു എന്ന് വേദ പറഞ്ഞപ്പോൾ അപ്പോൾ അതാണ് ഞാൻ ചെയ്ത തെറ്റല്ലേ എന്ന് ചോദിച്ചു വിക്രമേ. അപ്പം തെറ്റല്ല ശരിയെന്ന് വേദ വിക്രത്തോട് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. വിക്രം ചെയ്താണ് 100% ശരിയെന്ന് പറഞ്ഞ വേദ ഇങ്ങനെ. പക്ഷേ ഇവിടെ വെച്ച് വിക്രം മറ്റൊരു വലിയൊരു തെറ്റ് ചെയ്തു എന്ന് വേദ വിക്രത്തോട് പറയണം. ആ ഫോൺ ഇന്നലെ ഓണാക്കിയത് അത് വലിയൊരു തെറ്റായിപ്പോയി, ഞാൻ പറഞ്ഞതല്ലേ അത് ചെയ്യരുത് എന്ന് ചോദിച്ചപ്പം അതാണോ അവർ വരാനുള്ള കാരണമെന്ന് വിക്രം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ ഈ ടവർ ലൊക്കേഷനിൽ വെച്ച് ഓണായി എന്ന് അവരറിഞ്ഞു എന്നും ഈ പരിസരം എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും എന്നവർക്ക് തോന്നിക്കാണും. പിന്നെ അവർ വന്നു, അന്വേഷിച്ചു, പോയി, അത്രയേ ഉള്ളൂ, അതിനങ്ങനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. അല്ല അവർ അത്രയ്ക്ക് അത് വാച്ച് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അതല്ലേ ഫോൺ ഓൺ ആക്കരുതെന്ന് ഞാൻ പറഞ്ഞത്, അതെന്താ മനസ്സിലാക്കാതിരുന്നത്? അവരത് ചോദിച്ചപ്പോൾ എന്തു പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് ഒരു കോള് വന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിൻ്റെ അച്ഛൻ എന്താ പറഞ്ഞത്? ആദ്യം അച്ഛൻ അവരോട് ചൂടായി, പിന്നെ പക്ഷേ അവസാനം പരിശോധിച്ചോളാനേ അച്ഛൻ തന്നെയാണ് പറഞ്ഞതെന്ന് വേദ പറയാം. അപ്പോൾ എന്നെ എങ്ങാനും അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലോ, നിൻ്റെ അച്ഛൻ നാട് മുഴുവൻ നാറിപ്പോയേനെ. ഞാനൊരു തെറ്റിനെ അല്ല സംരക്ഷിക്കുന്നത്, ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ഒരാളെ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു വാശി മാത്രമേ എനിക്കുള്ളൂ എന്ന് വേദ വിക്രത്തോട് പറയണേ. അത് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് അറിയാമെന്നും വേദ പറയാം. അതിന് ഇത്രമാത്രം വേദനിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മളെ ചിരിച്ച നിമിഷങ്ങൾ പെട്ടെന്ന് മറന്നു പോകും, പക്ഷേ കരഞ്ഞ നിമിഷങ്ങൾ നമ്മൾ മറക്കില്ല എന്ന് വേദ വിക്രത്തോട് പറയാം. അതെങ്ങനെ ഒരു കരച്ചിലായി മുറിവായി അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞിങ്ങനെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ വിശ്വനും ശ്രീജയും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ ഓടി അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ അമ്മയെ റൂമിലേക്ക് മാറ്റിയെന്നുള്ള കാര്യം പറയാം, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അച്ഛൻ എന്നിട്ട് അമ്മയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ നല്ല മയക്കത്തിലാണ്. അപ്പോൾ കമലേ എന്നും പറഞ്ഞ് വിളിച്ചു, ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ മാഷ് ചെന്നു. അപ്പോൾ മാഷ് വന്നോ, എനിക്കാണെങ്കിൽ വല്ലാത്തൊരു നെഞ്ചുവേദനയാണ് മാഷേ എന്ന് പറഞ്ഞിട്ടോ. അത്രയേ ഉള്ളൂ എന്നേ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് കമല ഇങ്ങനെ മാഷിനോട് പറയപ്പോഴത്തേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നേ. ഡോക്ടർ വന്നപ്പോൾ മാഷ് ഇങ്ങനെ നിൽക്കല്ലേ, ECGയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നെന്നും അപ്പോൾ ആൻറ്റിയോഗ്രാം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല, ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞെന്നും ടെൻഷനും സ്ട്രെസ്സും കൂടിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും 2 ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ, എന്നിട്ട് പോവാട്ടോ എന്നും ഡോക്ടർ മാഷിനോട് പറഞ്ഞു. ഡോക്ടർ അങ്ങ് പോയി. അപ്പോൾ എന്നെ വിശ്വം വിളിച്ചപ്പോൾ ഞാൻ കുളിക്കായിരുന്നു. അപ്പോൾ ഫോൺ എടുത്തത് വിനായകനാണ്. അവൻ എന്നോട് പറഞ്ഞത് അമ്മയ്ക്ക് അറ്റാക്ക് വന്നെന്നായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണേ കമല. അപ്പോൾ മാഷൊന്ന് ചിരിച്ചു. എന്നിട്ട് അവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പം അപ്പോൾ നന്ദിനിയും കൂട്ടി വരുന്നുണ്ട് അവൻ. അറിഞ്ഞപാടെ ഞാൻ ഓടിങ്ങ് പോകുന്നതാണെന്ന് മാഷ് അന്നേരം പറയുവാണ്. പേടിക്കണ്ട മാഷേ, എനിക്ക് അങ്ങനെയൊന്നും വരില്ല മാഷേ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം അവൻ്റെ കേസ് തെളിയണം മാഷേ, എന്നിട്ട് അവനും വേദയും ഒന്നിക്കുന്നത് എനിക്ക് കാണണമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കമല പറയാം മാഷിനോട്. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മകനെ ഗുണ്ടകൾ വെള്ളത്തിൽ മുക്കി പൊക്കുന്ന ആ ഒരു ഇതൊക്കെ പറയാം. പിന്നെ നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ.
അവരുടെ കുഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അതോടൊപ്പം തന്നെ വേദയും വിക്രവും ഒന്നിച്ചു, അവർക്കൊരു കുഞ്ഞുണ്ടായ ആ ഒരു ഇതൊക്കെ നമ്മുടെ മാഷിനോട് പറയുവാണ്. അപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അധികം സംസാരിപ്പിക്കണ്ട കേട്ടോ, അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ കമല ഉറങ്ങിക്കോ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മുടെ മാഷ് ഇങ്ങനെ കമലയുടെ അരികിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കമലയും അതുപോലെ സുധാകരൻ മാഷും കൂടി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.